മെയ്യഴകൻ സിനിമയിൽ നടൻ അരവിന്ദ് സ്വാമി കുറെ തത്തകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സീൻ ഓർമ്മയില്ലേ? അതേ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി തത്തകൾക്ക് ഭക്ഷണം കൊടുത്താലോ? തത്തകൾ മാത്രമല്ല, അവിടെ പ്രാവുകളുണ്ട്. അപ്പോൾ പക്ഷികൾക്ക് വിരുന്നൊരുക്കുന്ന ആ വീട്ടിലേക്ക് നമുക്ക് റഹീസിന്റെ കൂടെ ചെന്നൈ വരെ ഒന്ന് പോയിട്ട് വരാം. വണക്കം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാനാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് എല്ലാവർക്കും പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് തത്തയെ. ഈ തത്തയൊക്കെ ഇങ്ങനെ പറന്ന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് കാണാനാണെങ്കിലോ, നമ്മുടെ മെയ്യഴകൻ സിനിമയിൽ ഒരു രംഗമുണ്ട്. തത്തകളൊക്കെ ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നത്, കൂട്ടത്തോടെ വന്ന് ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. അപ്പോൾ മെയ്യഴകൻ സിനിമയിലെ അതേ രംഗം ചിത്രീകരിച്ച സ്ഥലത്ത് അതേ മനുഷ്യൻ, ശരിക്കുമുള്ളൊരു കഥയാണ്. ഒരു മനുഷ്യൻ ഇതുപോലെ തത്തയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പാരറ്റ് മാൻ എന്നാണ് വിളിക്കുന്നത്. സുദർശൻ എന്നാണ് പേര്. ബാക്കി ഡീറ്റെയിൽസും തത്ത വന്ന് ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ കണ്ടിട്ട് വരാം. ഈ സീൻ ഇങ്ങനെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് തത്തകൾ ഇങ്ങനെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറന്നു പോകുന്ന അടിപൊളി സീൻ. അപ്പോൾ ചിന്താരിപ്പേട്ടിലേക്കാണ് യാത്ര. നേരത്തെ പറഞ്ഞതുപോലെ പാരറ്റ് മാൻ എന്നറിയുന്ന സുദർശൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ മുതൽ ഇതാണ്, ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിനെ നമുക്ക് ചെന്നൈയുടെ പാരറ്റ് മാൻ എന്ന് വിളിക്കാം. എല്ലാവരും അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. സാർ, എനിക്ക് പാരറ്റ്സിനൊക്കെ കാണുന്നതിന് മുമ്പ് പാരറ്റ് മാൻ, വൈ ദിസ് നെയിം? என் பேர் சுதர்சன். இங்கே இருக்கிறவங்க என்னை பேரட் பேரட் கிளி கிளின்னு கூப்பிடுவாங்க தமிழில். நான் ஏன் கிளின்னு கூப்பிடுறீங்க, என்ன பேரட் சுதர்சன்னு கூப்பிடுங்க, நேம் இருக்குது இல்லையா, அதான் பேரட் சுதர்சன் ஜாயிண்ட் ஆயிடுச்சு. இங்கே எனக்கு அதுமாதிரி கூப்பிட்றாங்க. ചേട്ടൻ തന്നെ നമുക്ക് ഇൻട്രോ തന്നിട്ടുണ്ട്. ഇനി ചേട്ടനൊപ്പം മുകളിൽ പോകണം. അവിടെ ഇങ്ങനെ പക്ഷികൾക്കുള്ള ആഹാര സാധനങ്ങൾ, പ്രത്യേകിച്ച് തത്തയ്ക്കൊക്കെയുള്ള ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പോയിട്ട് കണ്ടിട്ട് വരാം. ഒരു 3:30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുക്കത്തിൻ്റെ സമയമാണ്. നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. നമ്മുടെ സുദർശൻ ചേട്ടനും ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ചേർന്ന് ഇവിടെ ആകെ ഇങ്ങനെ പലക ആദ്യം വയ്ക്കും. ശേഷം അതിലേക്ക് കുതിർത്ത അരി വയ്ക്കും. പിന്നീട് കടല ഇതിലേക്ക് നിരത്തും. ഇതൊരു പെട്ടെന്ന് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം ഇപ്പം തന്നെ കിളികളൊക്കെ എത്തി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കാത്തിരിപ്പിൻ്റെ സമയമാണ്. സത്യം പറഞ്ഞാൽ കിളികൾ വരാൻ കാത്തിരിക്കണം. ഇപ്പോൾ കിളികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവരൊക്കെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ. ரோஸ் ரிங் பேரட்ஸ் வரும், க்ரீன் பேரட்ஸு. ஒரு நாளைக்கு எப்படியும் ஒரு 3000லேருந்து 4000 கிட்ட வரும். இன்னைக்கு கொஞ்சம் லீஸ்ட்டாக வந்தது. எஸ்டர்டே பார்த்தீங்கன்னா எப்படியும் ஒரு 6000 வந்திருக்கும். இதுவே நீங்கள் ஜனவரியில் பார்த்தீங்கன்னா 10-15,000 பறவைங்க வரும்.
ஏன்னா அந்த டைமில் அவங்களுக்கு ஃபுட்டு கிடைக்காது. அந்த நேரத்துக்கு தான் 60 கிலோ ரைஸ், ஒரு 15 கேஜி கிரவுண்ட் நட் போடுவோம் பறவைங்களுக்கு. மெயினாக பேரட்ஸ் தான் நிறைய வருவாங்க. ஸ்பேரோ வந்திருந்தாங்க, தீபாவளி வெடியில் இப்போ வரதில்லை. பீஜான்ஸ் வருவாங்க, ஒரு 500 பீஜான்ஸ் வருவாங்க. ஈகிள் வரும், மைனாக்கள் வரும், ஸ்குரில், அந்த மாதிரி நிறைய பறவைங்க விலங்குகள் வரும். இவங்களோட ஃபுட் ஷார்ட்டேஜை நான் கிளியர் பண்ணுறேன். இவங்களுக்கோசம் நான் எங்கேயும் போகிறதில்ல. ஒரு 30 கிலோமீட்டர் டயாமீட்டருக்குள்ளே தான். ஏன்னா இவங்க என்னை தேடுவாங்க. 2000 to 3000 ஃபுல்லாகும் பர் டே. மெய்யழகன் மூவி, ஆஃப்டர் மெய்யழகன் மூவி நிறைய பேர் பார்க்கறது வராங்க. அலோவ் பண்ணுறேன். அதேமாரி 11 to 12 கால் பண்ணி அப்பாயின்மெண்ட் வாங்கிக்கோங்க. வரும்போது கிளிங்களுக்கு எதனா கொடுக்கணுன்னா வேர்க்கல்ல ஏற்றுனுவாங்க. கரெக்ட் டைமுக்கு வாங்க. லைட் கலர் ட்ரெஸ்ஸஸ் போட்டுவாங்க, வந்து பாருங்கன்னு சொல்கிறோம். இதெல்லாம் நம்ம எங்களோட கண்டிஷனாக சொல்கிறோம். நிறைய ஆஃப்டர் மெய்யழகன் எப்படியும் ஒரு 50 மினிமம் வந்துடுறாங்க. 50 பீப்புள்ஸ் வந்து இதை பார்த்துட்டு போகிறாங்க. அவங்களாம் நல்லா இருக்குது, എങ്ങളോട് ഡിപ്രഷൻ പോയത്, ഞങ്ങൾ ഹാപ്പിയായി ഫീൽ பண்ணுறோம்னு சொல்கிறாங்க. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നുമുള്ള ഒരു സംഘമാണ്. ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടും. ഞാൻ മുഹമ്മദ് ഹസൻ. ഷിറിൻ, സഫീറ, ഷഹല, മുഫീദ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര് ഇവിടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ബ്രോ, എന്താ ഇവിടെ ചെയ്യുന്നത്, എന്ത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? ഞാനിവിടെ വർക്ക് ചെയ്യാണ്, ചെന്നൈയിൽ ആർമിയിലാണ്. എൻ്റെ ഫ്രണ്ട് മുഫീദാണ്, വർക്ക് ചെയ്യുന്നത് ഇവിടെ ആർമിയിലാണ്. ഒരു ഈവനിങ്ങൊക്കെ നല്ല ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഭയങ്കര അടിപൊളിയൊരു സ്പോട്ടാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ, തത്തകളൊക്കെ ഇത്രയും ഓപ്പണായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു നാച്ചുറൽ ടൈപ്പ് ഓഫ് ഫീഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്? ഇത് വൈഫ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടത്, പിന്നെ കോൾ ചെയ്തു, ബുക്ക് ചെയ്തു, അങ്ങനെ വന്നത്. എന്തായാലും ചെന്നൈയിൽ എത്തുന്നവരൊക്കെ ഒരിക്കലെങ്കിലും ഈ സ്ഥലത്തൊന്ന് വരണത്. കുട്ടികളൊക്കെയും ഹാപ്പിയാണ് ഇവിടെ വന്ന് ഈ നാച്ചുറൽ ആംബിയൻസിൽ ഈ പക്ഷികൾക്കൊക്കെ ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. ചിലരൊക്കെ പറയും ഈ തത്തയൊക്കെ കൂട്ടിലിട്ട് വളർത്തിയിട്ട് അതിന് ഭക്ഷണം കൊടുത്താൽ മതി. ശരിക്കും ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ തുറന്നു വിടണം. അപ്പോൾ അത് തിരിച്ച് ഭക്ഷണം തേടി നമ്മളെടുത്ത് വരും. അപ്പോൾ അതിനങ്ങനെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നമ്മളും അവരും തമ്മിലൊരു പ്രത്യേക വൈബും ഉണ്ടാവും.